കുറേ ആയി പുറത്തെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് കറങ്ങാൻ പറ്റില്ല. അപ്പോൾ അന്ന് നെയ്ഹാൻ്റെ ബർത്ത്ഡേ ഒക്കെ അപ്പോൾ വിചാരിച്ച് മാംഗോ ഫോറം മാളിലൊക്കെ ഒന്ന് പോവാം, അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യാം. വീടുമനെ കുറേ ലേറ്റായി. ഓൾക്ക് ഡ്രസ്സും എല്ലാം ടൗൺ നല്ല ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ടാണ് അങ്ങ് പോയത് തന്നെ. വാങ്ങിച്ചതിന് ശേഷം വിട്ടത്. പിന്നെ എൻ്റെ പുരക്ക് ഒന്ന് ജസ്റ്റ് കയറി. അപ്പോൾ അവിടെ നിന്ന് ഉമ്മ വരുന്നെന്ന് അറിയുമ്പോഴത്തേക്ക് ഉമ്മാനെയും കുട്ടി പെട്ടെന്ന് വിചാരിക്കാത്ത ഭാഗത്ത് എൻ്റെ അനിയത്തിയും അവളെ ഹസ്ബൻഡും വരുന്നതിൽ കുറേ അങ്ങനെ ഓറെ വെയിറ്റാക്കാൻ നിന്നില്ല. ഞങ്ങൾ പിന്നെ ഇറങ്ങി. പിന്നെ ലഞ്ച് ടൈമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കെല്ലാം വിശന്ന് രാവിലെ കഴിച്ചതല്ല ഫുഡ്. പിന്നെ 3 മണിയെല്ലാം കഴിഞ്ഞിന്. പിന്നെ എന്തായാലും ഫുഡ് ലഞ്ച് കിട്ടിയില്ല. എങ്കിലും കഴിച്ച് സ്നാക്സ് എന്തെങ്കിലും ആയിട്ട് കിട്ടാൻ വൈകുന്നേരമായില്ല. അങ്ങനെ ഞങ്ങൾ ഒരു കഫേയിൽ കയറി. ഒരു ഇവിടെ തലപ്പാടില്ല അങ്ങനെ എന്തോ ഈ കഫ. അങ്ങനെ ആടുന്ന് ഞങ്ങൾ കഫേയിൽ കയറി. നല്ല ടേസ്റ്റുള്ള ഫുഡ് അടുത്ത കഫേയിൽ. മൊമോസ്, സാൻഡ്വിച്ച് അല്ല, റാപ്പ്, ചിക്കൻ റാപ്പ്, മൊജിറ്റോ, പിന്നെ പിസ്സ, അതെല്ലാം ഞങ്ങൾ ഓർഡറാക്കി. നല്ല പിള്ളേരെല്ലാം നല്ല ടേസ്റ്റ് കളിച്ചോളി. അടുത്തത് നല്ലോണം എൻജോയ് ചെയ്തു. ഒന്നാമത് കഫേയിൽ ആരും ഉണ്ടായിട്ടാണ്, ഞങ്ങൾ തന്നെ ഉണ്ടായിന്, വേറെ ആരും ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് പിള്ളമാരെല്ലാം അപ്പുറം പാഞ്ഞ് കളിച്ചുകൊണ്ടായിരുന്നു. നല്ല ആംബിയൻസ്, നല്ല സൈലൻറ്റ്, ഒരു ഡിസ്റ്റർബും ഇല്ല. പിന്നെ വേറെ കസ്റ്റമേഴ്സും ഉണ്ടായിട്ടാണ് ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല സൈലൻറ്റിലായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഇതായി. അത് ഞങ്ങൾ മാത്രമേ ആയതുകൊണ്ട് പിള്ളേർക്കും അപ്പുറം പാഞ്ഞ് കളിക്കാനും ഇതാക്കാനും ഞങ്ങളേതായ രീതിയിൽ ഞങ്ങൾക്ക് അവിടെ കഫേയിൽ ഇരിക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനില്ല. സ്നാക്സെല്ലാം കഴിച്ചപ്പാട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ട്. അതിൽ ഓൾറെഡി ലേറ്റായി. പിന്നെ ഈ മാളിലൊക്കെ എത്തിയാണെങ്കിൽ അവിടെ നിന്നുള്ള ഇതാക്കി എല്ലാം സെലിബ്രേറ്റ് ചെയ്യാനുള്ളല്ലോ, കുറേ ലേറ്റാവും എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ അവിടെ ഞങ്ങൾ എല്ലാം കഴിച്ചതിന് ശേഷം വിട്ട്. മാളിലൊക്കെ എത്തി. പിന്നെ എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും എത്തിയിട്ട് അങ്ങനെ ഓറെ വെയിറ്റ് ആയിക്കൊണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊന്ന് ജസ്റ്റ് അവിടെ പുറത്തൊന്ന് കറങ്ങി. പിന്നെ ഓറെ വെയിറ്റ് ആയിക്കൊണ്ടുള്ളത് ഓറും അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ട്
പുറത്തുനിന്ന് സ്നാക്സും അതെല്ലാം കഴിക്കാൻ നിന്ന്. അങ്ങനെ ഒരു ലേറ്റായി. അതെല്ലാം കഴിഞ്ഞിട്ട് ഓറ് വന്നപ്പാട് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത്. മെയിൻ ഓൾക്ക് സർപ്രൈസ് കൊടുത്തോളൂ. കുറേ സ്നോ ഫാൻറ്റസിയിൽ പോകണം എന്ന് പറയുന്നത്. അങ്ങനെ ആടെ കയറാന്നുള്ള മെയിൻ ലക്ഷ്യത്തോടെ അങ്ങ് ഫോറം മാളിലേക്ക് വന്ന് തന്നെ. അങ്ങനെ ഓറ് വെയിറ്റ് ആയിക്കോളുള്ളത് ഓറ് വന്ന് എത്തിയിട്ടായി. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് സ്നോ ഫാൻറ്റസിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആടെ സ്നോ ഫാൻറ്റസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോ, അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എല്ലാം എടുക്കാൻ വിട്ടുപോയി. ആ ഒരു വൈബിൽ ഒന്നാമത് വിട്ടുപോയി വീഡിയോ എല്ലാം എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫുള്ള് കറങ്ങിക്കൊണ്ടുണ്ട് ഓറെ വെയിറ്റ് ആക്കിയിട്ട്. കാണാൻ കുറേ ഉണ്ട് അവിടെ. പിന്നെ ഒന്നാദ്യം നമ്മൾ ലേറ്റായിപ്പോയി കുറേ അവിടെ എത്താൻ. ഇവിടെല്ലാം ഫോറം മാളിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ നേരത്തെ പോകണം. എന്നെങ്കിൽ അവിടെ മൊത്തം ഇപ്പം നമുക്കവിടെ മൊത്തം കാണാൻ പറ്റിയിട്ട. എന്താ വെച്ചാൽ കുറേ ലേറ്റായിപ്പോയി ഞങ്ങൾ വരുമ്പോൾ. പിന്നെ ഓരോ കുറച്ച് സമയം അവിടെ വെയിറ്റ് ആക്കി. അതെല്ലാകുമ്പോൾ കുറേ ലേറ്റായി. അങ്ങനെ ഓരെത്തിയപ്പാട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയൊരു പ്രാവശ്യം കൂടി പോകണം അവിടെ ഫുള്ളൊന്ന് കറങ്ങി കാണാൻ. അന്ന് നേരെ കണ്ടതുമില്ല ഞങ്ങൾ, ഇത് ഒന്നത് ലേറ്റായതുകൊണ്ട്. പിന്നെ ഓരെത്തി. ആദ്യം ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് കേക്കെല്ലാം മുറിച്ച്. അവിടെ ഫുള്ളായിട്ടുള്ള കേക്ക് കിട്ടുന്നില്ല. പിന്നെ പീസ് കേക്ക് വാങ്ങിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി. പിന്നെ അവൾക്കൊരു സർപ്രൈസ് മിനി സൂട്ട് കേസും ഞങ്ങൾ കൊടുത്ത്. അങ്ങനെ അവൾ ഹാപ്പി. ഓൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ആക്കാനാണ് പോകുന്നതെന്നൊന്നും ഓൾക്കറിയില്ല. മാംഗ്ലൂർ ജസ്റ്റ് പോകുന്നതേ പറഞ്ഞിട്ടുള്ളൂ. അവിടേക്ക് എത്തിയതിന് ശേഷമാണ് അവളെ ഡ്രസ്സ് മേങ്ങുന്ന ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അതിനും വേണ്ടിയിട്ട് ഡ്രസ്സ് മേങ്ങുന്നതെല്ലാം ഞങ്ങൾ വെറുതെ പറഞ്ഞു. അവിടേക്കെത്തിരി ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി കേക്കെല്ലാം മേങ്ങുമ്പോൾ ആകെ സർപ്രൈസായി. അങ്ങനെ ഓൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ആ മിനി സൂട്ട് കേസിൽ വെച്ച്. ഓൾക്ക് പർദ്ദ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടം, പർദ്ദ എന്ന് പറഞ്ഞെങ്കിൽ. അങ്ങനെ ഓൾക്കൊരു പർദ്ദ, അതുപോലെ ഹാൻഡ് ബാഗ്, ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, അതുപോലെ നെയിലിലേക്ക് ഒട്ടിക്കുന്ന ഒരു കാർട്ടൂണിൻ്റെ ഇതായിട്ടുള്ള ഒരു നെയിൽ ഒട്ടിക്കുന്ന അത് വാങ്ങിച്ചു കൊടുത്ത്. അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അതിൽ ഫില്ലാക്കിയിട്ട് കൊടുത്ത്. ഓൾ ഹാപ്പി. അവൾ വിചാരിക്കാത്ത കിട്ടിയത് ഇതെല്ലാം അവൾക്ക്. അവൾ അറിയാണ്ട് ഇതെല്ലാം വാങ്ങിച്ചെങ്കിൽ മിനി സൂട്ട് കേസ് ആക്കിയിട്ട് ഒരു ആമ്പറാക്കിയിട്ട് കൊടുത്തു അവൾക്ക്. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നേരെ സ്നോ ഫാൻറ്റസിയിൽ പോയി. അതിൻ്റെ എൻട്രി വീഡിയോ എല്ലാം എടുക്കാൻ വിട്ടുപോയി. അതിനോട് കുറച്ച് ഫോട്ടോസെല്ലാം ഇട്ടിന്, വീഡിയോസ് എല്ലാം എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ആടെ ഒരു 1.5 hour സ്നോ ഫാൻറ്റസിയിൽ നല്ലോണം എൻജോയ് ചെയ്ത്, നല്ല പാങ്ങല പിള്ളേരായെങ്കിലും ഞങ്ങായെങ്കിലും നല്ലോണം എൻജോയ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല തണുപ്പതിൻ്റെ ഉള്ളു, നല്ല രസവും ഉണ്ടായിന്. പോകേണ്ടത് തന്നെ സ്നോ ഫാൻറ്റസിയിൽ. അങ്ങനെ ആടെ കഴിഞ്ഞിട്ട് നേരെ പിള്ളേരെയും കൊണ്ട് പ്ലേ സ്റ്റേഷനിലേക്ക് പോയി. ആടെ ഇങ്ങനെ പിള്ളമാർക്ക് ബാണ്ടയിലിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓറെ കാർഡ് എടുത്തിട്ട് വിട്ട്. ഓർക്ക് ബാണ്ട രീതിയിൽ ആടെ വേണമെങ്കിൽ ഈല് വേണമെങ്കിൽ ഇരുന്നോ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. അങ്ങനെ ഓറും കളിച്ച്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങവും കുറച്ച് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങവും കയറി. അങ്ങനെ ഈ കളീൻ്റെ പേരെന്തെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ 4 ആളും കളിച്ച്. ഞാനും എൻ്റെ ഹസ്ബൻഡും
പിന്നെ എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡും, പിന്നെ ഇടയിൽ ഉമ്മാക്കൊരു ചാൻസും കൊടുത്തു ഞങ്ങൾ കളിക്കാൻ. അങ്ങനെ ആടെയും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. ആടെയും കുറേ ടൈം എടുത്തിനും. അങ്ങനെ ഞങ്ങൾ കളിച്ചതിന് ശേഷം ഇതിൽ വിന്ന് ചെയ്തത് ഞാനായിരുന്നു ഫസ്റ്റ് ഉണ്ടായിന്. പക്ഷെ എന്തോ അവസാനം ചെറിയൊരു ഞാനും ഹക്കീം ചാവും രണ്ടാളും സെയിം പോയിന്റിലെത്തി. അങ്ങനെ ആടെ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറേ ലേറ്റായി. പിന്നെ അവിടുന്ന് ആടെ ഫുഡ് കഴിക്കാൻ നിന്നില്ല, ഞങ്ങൾ നേരെ മന്തി സ്പോട്ടിലേക്ക് വിട്ട്. ആടെ തന്നെ മാംഗ്ലൂർ ദർലക്കട്ടയിൽ. അങ്ങനെ അവിടുന്ന് മന്തി സ്പോട്ടിലേക്ക് പോയി. അടുത്ത നല്ല ടേസ്റ്റുള്ള മന്തിന്ന് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ അവരായിരുന്നു കഴിക്കലുണ്ട്. നല്ല ടേസ്റ്റുള്ള മന്തി ആടെ പോയിട്ട് ഞങ്ങൾ ആടെ പോയി. പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ടേസ്റ്റുള്ള മന്തി. ഞങ്ങൾ മാളുന്നെന്തെല്ലാം കഴിച്ചിനായിരുന്നു. ചെറിയ ചെറിയ ഇങ്ങനെ എന്താ വെച്ചാൽ കരിമ്പിൻ്റെ ജ്യൂസ്, അതുപോലെ ചോളം, പിന്നെ ഐസ്ക്രീം, അങ്ങനത്തെ എന്തെല്ലാം അവിടുന്ന് കഴിച്ചിനേന് ചെറുമാതിരി. പിന്നെ മന്തി സ്പോട്ടിലൊക്കെ എത്തുമ്പോൾ തന്നെ സമയം കുറേ ലേറ്റായിനേന്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ 2 തരം മന്തി ഓർഡറാക്കി, ചിക്കൻ മന്തിയും മട്ടൻ മന്തിയും. ഞങ്ങൾ പെണ്ണുങ്ങാരും മട്ടൻ കഴിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പിള്ളേർക്കെല്ലാം ചിക്കൻ മന്തി. പിന്നെ എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡും മട്ടൻ മന്തി. നല്ല നല്ല സ്പോട്ടും ഭയങ്കര തിരക്ക്, നല്ല തിരക്ക്. ഞങ്ങൾ മജ്ലിസിലിരിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ മജ്ലിസ് ഫുള്ളാടെ, അതും ബുക്കിംഗ് നോക്കും. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തു. ഭയങ്കര തിരക്കാടെ, ഭയങ്കര തിരക്കാടെ. പിന്നെ വലിയ വലിയ ക്രിക്കറ്റ് സ്റ്റാർ, ഫിലിം സ്റ്റാറെല്ലാം വന്നിനെന്ന് തോന്നുന്നു, കുറേ അറിയപ്പെടുന്ന. അവിടെ ഫോട്ടോസെല്ലാം ഫ്രെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ആയിക്കൊണ്ടുള്ളത്. പിന്നെ അവിടെ ടേബിളെല്ലാം ഫുള്ളായതുകൊണ്ട് അവിടെ കഴിച്ചുകൊണ്ട് ആൾ എണിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടിയത്. പിന്നെ ഞങ്ങൾക്കെല്ലാം അറേഞ്ച് ചെയ്ത് തന്ന്. പിന്നെ ഫസ്റ്റ് തന്നെ സൂപ്പ് ഞങ്ങൾക്ക് കൊണ്ട് തന്ന്, മട്ടൻ സൂപ്പ്. അങ്ങനെ ഞങ്ങൾ മട്ടൻ സൂപ്പ് എല്ലാം കുടിച്ചതിന് ശേഷം മട്ടൻ സൂപ്പും സാലഡും തന്നു. എല്ലാം കഴിച്ചതിന് ശേഷം മന്തി കൊണ്ടുവന്നു. നല്ല ഉണ്ടായിരുന്നു സൂപ്പ്. മട്ടൻ സൂപ്പ് കഴിക്കട്ടെ ഞങ്ങളല്ലോ, പക്ഷേ മട്ടൻ കഴിക്കില്ല എന്നേ ഉള്ളൂ. അങ്ങനെ മന്തി കൊണ്ടുവന്ന്. ഇത് ഞങ്ങൾ അൽഫാം തന്തൂരി മന്തി. ഓർക്ക് 2 ആൾക്ക് മട്ടൻ മന്തി, ഹാഫ്. ഓർക്ക് 2 ആളല്ലേ ഉള്ളൂ, അങ്ങനെ ഹാഫ് വാങ്ങി. ഞങ്ങൾ ഒന്ന് ഫുള്ളെടുത്തു. പക്ഷേ അന്ന് ഫുൾ വന്നിട്ടും ടേസ്റ്റിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി മന്തി, അതുകൊണ്ട് ഞങ്ങൾക്ക് തേഞ്ഞില്ല. പിന്നെ അതിൽ കുറച്ച് ഓർഡറാക്കിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായി മന്തി. നല്ല ഇതുവരെ കഴിച്ച് വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള മന്തി. നല്ല സ്പൈസി, നല്ല എണ്ണയും മന്തി. ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചിട്ട് മന്തി കഴിച്ച്. അങ്ങനെ മന്തിയെല്ലാം കഴിച്ചെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ കുനാഫ ഓർഡറാക്കി. കുനാഫ അങ്ങനെ പക്ഷേ ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ കുനാഫയാണ് ഓർഡറാക്കാൻ വിചാരിച്ചു. പക്ഷേ അതെല്ലാം അവിടെ കഴിഞ്ഞ്, ഭയങ്കര തിരക്കുള്ള ഷോപ്പല്ല, അതെല്ലാം കഴിഞ്ഞ് ഉണ്ടായിരുന്നത് ആകെ ചീസിൻ്റെ കുനാഫായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് ഓർഡറാക്കിയിട്ട് അത് കഴിച്ച്. അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വിടുമ്പോൾ തന്നെ കുറേ ലേറ്റായിന്. പരക്കെത്തുമ്പോൾ തന്നെ ഏകദേശം 12:30 കഴിഞ്ഞിന്, 1 o'clock ആയിന് രാത്രി. അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.